നമസ്കാരം, ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. പുത്തൻവേലിക്കര തേലത്തുരുത്തിൽ മാഞ്ഞാലിപ്പാലത്തിന് സമീപം പെരിയാറിന്റെ തീരത്ത് JCB ഉപയോഗിച്ച് പറമ്പ് താഴ്ത്തി വലിയ കുളം നിർമ്മിച്ചതിനെതിരെ CPM പ്രവർത്തകർ രംഗത്ത്. ഗ്രാമപഞ്ചായത്ത് വില്ലേജ് അധികൃതർ അറിയാതെ പറമ്പ് താഴ്ത്തിയിരിക്കുന്നതെന്ന ആക്ഷേപം. കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിലെ ഇടനാഴികളിൽ ചുവപ്പ് നാടയുടെ വിരസതയില്ല. താലൂക്കിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ എത്തുന്നവർക്ക് വർണ്ണക്കാഴ്ചയൊരുക്കി ജീവനക്കാർ. വാർത്തകൾ വിശദമായി. പുത്തൻവേലിക്കര തേലത്തുരുത്തിൽ മാഞ്ഞാലിപ്പാലത്തിന് സമീപം പെരിയാറിന്റെ തീരത്ത് JCB ഉപയോഗിച്ച് പറമ്പ് താഴ്ത്തി വലിയ കുളം നിർമ്മിച്ചതിനെതിരെ CPM പ്രവർത്തകർ രംഗത്തെത്തി. പെരിയാർ തീരപ്രദേശങ്ങളിൽ 100 മീറ്ററിനുള്ളിൽ നിർമ്മാണങ്ങൾ പാടില്ലെന്നിരിക്കെയാണ് അധികൃതർ പോലും അറിയാതെ പറമ്പ് താഴ്ത്തിയിരിക്കുന്നതെന്നാണ് ആക്ഷേപം. പുഴയുടെ സമീപത്തു നിന്നും 10 മീറ്റർ ദൂരത്താണ് പുഴയിലെ ജലനിരപ്പിനേക്കാൾ താഴ്ത്തി കുളം നിർമ്മിച്ചിരിക്കുന്നത്. സംഭവം അറിഞ്ഞെത്തിയ CPM പ്രവർത്തകർ തടഞ്ഞ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിച്ചു. ചെങ്ങമനാട് പോലീസും വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് നിർമ്മാണം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി. മാഞ്ഞാലിപ്പുഴയിൽ നിന്നും മണൽ ഡ്രഡ്ജ് ചെയ്ത് കുളത്തിൽ നിറച്ച് അവിടെ നിന്നും ദേശീയപാത നിർമ്മാണ സ്ഥലത്തേക്ക് മണൽ കൊണ്ടുപോകാനുള്ള നീക്കമാണ് നടത്തിയത്. പുഴയിൽ ഡ്രഡ്ജ് നടത്തിയാൽ മാഞ്ഞാലിപ്പാലത്തിനും ദോഷമാകാനും ഇടയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഗ്രാമപഞ്ചായത്തിലെ ഭരണാധികാരികൾക്കോ അതിന് ബന്ധപ്പെട്ട ആളുകൾക്കോ അറിയില്ല, ഈ നാട്ടുകാർക്കും അറിയില്ല. ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ഇപ്പോൾ ഉണ്ടാകേണ്ട ഒരു കാര്യവും ഇവിടെ ഇല്ല. ഇങ്ങനെ വലിയൊരു കുഴി രൂപപ്പെടുത്തി എന്തെങ്കിലും വ്യവസായ അടിസ്ഥാനത്തിലുള്ള എന്തെങ്കിലും കാര്യം നിർമ്മിക്കാനാണോ എന്താണെന്നൊന്നും അറിയില്ല. ഇത് അടിയന്തരമായി പഞ്ചായത്തിൻ്റെ ആളുകളും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ബന്ധപ്പെട്ട് ഈ കുഴി എത്രയും പെട്ടെന്ന് ഇവിടെ മൂടിയില്ലെങ്കിൽ ഇത് മാഞ്ഞാലിപ്പുഴ, അത് നമുക്കറിയാം, പെരിയാറിൽ വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നിസ്സാര സമയത്തിനുള്ളിൽ വെള്ളം ഇനിങ്ങനെ കൂടി വന്നാൽ നമുക്ക് ചിത്രത്തിൽ നോക്കി കാണാൻ പറ്റും. വെള്ളം ഇങ്ങനെ കയറി വരികയാണ്. ഈ ഭാഗം മുഴുവനും ഒലിച്ചു പോകും. അത്രയും ഡിസ്റ്റൻസ് മാത്രമാണ് ഈ കുഴിയും പുഴയും തമ്മിലുള്ളത്. മീഡിയ ടൈം, പറവൂർ. കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിലെ ഇടനാഴികളിൽ ചുവപ്പ് നാടയുടെ വിരസതയില്ല. ആരാമത്തിന്റെ വർണ്ണഭംഗിയാണിവിടെ. താലൂക്കിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ എത്തുന്നവർക്ക് വർണ്ണക്കാഴ്ചയൊരുക്കുകയാണ് വിവിധ ഓഫീസുകളിലെ ജീവനക്കാർ ഒരുക്കിയ പൂന്തോട്ടങ്ങൾ. 4 നിലകളിലായുള്ള സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പല ഓഫീസുകൾക്ക് മുന്നിലുള്ള വരാന്തകളിലും പൂന്തോട്ടങ്ങൾ ഉണ്ട്. ലേബർ ഓഫീസിലെ ജീവനക്കാരാണ് ആദ്യമായി ഇവിടെ ചെടികൾ നട്ടുപിടിപ്പിച്ചത്. തുടർന്ന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ്, PWD ഓഫീസ് തുടങ്ങി വിവിധ ഓഫീസുകൾക്ക് മുന്നിലും പൂന്തോട്ടങ്ങൾ വളർന്നു. അതാത് ഓഫീസുകളിലെ ജീവനക്കാർ തന്നെയാണ് ഒഴിവു സമയങ്ങൾ ചെടികൾ പരിപാലിക്കുന്നതിനായി ചെലവഴിക്കുന്നത്. ലിഫ്റ്റ് തകരാർ, കുടിവെള്ളക്ഷാമം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ അടിക്കടി ഉണ്ടാകാറുണ്ടെങ്കിലും പല ആവശ്യങ്ങൾക്കുമായി മിനി സിവിൽ സ്റ്റേഷനിൽ എത്തുന്നവർക്കും ഉദ്യോഗസ്ഥർക്കും മനം കുളിർപ്പിക്കുന്ന കാഴ്ചയൊരുക്കുകയാണ് ഈ പൂന്തോട്ടങ്ങൾ. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഓരോ വിജയങ്ങളുടെയും പിന്നിൽ വലിയ പ്രോത്സാഹനങ്ങൾ നൽകുന്ന മാതാപിതാക്കളെ നെഞ്ചോട് ചേർത്ത് പിടിക്കണമെന്ന് ഉന്നത വിജയം നേടിയവരോട് മുൻ MP TN പ്രതാപൻ. പുല്ലൂറ്റ് ജവഹർ കൾച്ചറൽ ഫോറം സംഘടിപ്പിച്ച അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതാപൻ. NSS ഹാളിൽ ചേർന്ന സദസ്സിൽ ജവഹർ കൾച്ചറൽ ഫോറം പ്രസിഡന്റ് CS തിലകൻ അധ്യക്ഷത വഹിച്ചു. TM നാസർ, ES സാബു, PV രമണൻ, PN മോഹനൻ, KP സുനിൽകുമാർ, TK ലാലു, KG മുരളീധരൻ, നിഷാഫ് കുര്യാപ്പള്ളി, സലീം കൈപ്പമംഗലം എന്നിവർ സംസാരിച്ചു. ശ്രീദേവി വിജയകുമാർ, P ദിലീപ്, ഡാലി വർഗീസ്, സുലൈമാൻ പാരിപ്പറമ്പിൽ, കമറുദ്ദീൻ, സുനില മോഹനൻ, റുവിൻ വിശ്വം എന്നിവർ നേതൃത്വം നൽകി. വില്ലേജിലെ SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ വാങ്ങിയവർ, പ്രൊഫഷണൽ ഡിഗ്രി നേടിയവർ, വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർ എന്നിവരെ ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. PK നൌഷാദ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ആദരവ് പരിപാടി സംഘടിപ്പിച്ചു. വർത്തമാന കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ അധികവും വിദേശ രാജ്യങ്ങളിൽ പഠനം നടത്താനാണ് താൽപ്പര്യപ്പെടുന്നത്. 10 വർഷം കഴിഞ്ഞാൽ സ്കൂൾ വിദ്യാർത്ഥികളും 40 വയസ്സിന് മുകളിലുള്ള മുതിർന്നവരും മാത്രമായി നമ്മുടെ നാട് മാറുമെന്ന് അങ്കമാലി MLA റോജി M. ജോൺ പറഞ്ഞു. PK നൌഷാദ് ഫൗണ്ടേഷൻ നൽകിവരുന്ന വിദ്യാഭ്യാസ അവാർഡും മുതിർന്നവരെ ആദരിക്കുന്ന ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ഫൗണ്ടേഷൻ ചെയർമാൻ ബഷീർ കൊണ്ടാപ്പുള്ളി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി സോണിയഗിരി വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. 2025 ദേശീയ വൈറ്ററൻ
അത്ലറ്റ് മീറ്റിൽ കേരളത്തിന്റെ സ്വർണ്ണ മെഡൽ ജേതാവ് മുഹമ്മദ് നജീബിനെ ചടങ്ങിൽ ആദരിച്ചു. DCC ജനറൽ സെക്രട്ടറി TM നാസർ, PS മുജീബ് റഹ്മാൻ, അഡ്വക്കേറ്റ് PH മഹേഷ്, PB മൊയ്തു, PA മുഹമ്മദ് സഗീർ, AK അബ്ദുൽ അസീസ്, സലീം കൈപ്പമംഗലം, KS രാജീവൻ, ജസിത ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. CPI സ്നേഹഗിരി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരങ്ങൾ നൽകിയത്. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ ഉദ്ഘാടനം ചെയ്തു. കോഴ്സുകൾ അച്ഛനമ്മയുടെ നിർബന്ധത്തിനും അല്ലെങ്കിൽ അപ്പുറത്തെ കുട്ടി എന്ത് പഠിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾ, എൻ്റെ അമ്മാവന്റെ മകൻ ഇതാണ് പഠിച്ചത്, നീ ഇത് പഠിക്കണം, അങ്ങനെയല്ല. നമുക്ക് കൃത്യമായ വിഷൻ പാരന്റ്സ് വിദ്യാർത്ഥികൾ കൊടുക്കണം. അവർക്ക് എന്ത് പഠിക്കണം എന്നുള്ള ലക്ഷ്യം അവർക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഓറിയന്റേഷൻ കോഴ്സുകൾ നമുക്ക് ഇഷ്ടം പോലെ ഇപ്പൊ ലഭ്യമാണ്. അത് കൊടുക്കുകയും അവർക്ക് അവരുടെ ഭാവന അനുസരിച്ച്, അവരുടെ കഴിവനുസരിച്ച് ഏത് മേഖലയിലേക്ക് വളർന്നു വരണം എന്ന് ചിന്തിക്കുവാനും അവർക്ക് പ്രാപ്തരാക്കുന്ന രീതിയിലേക്ക് നമ്മുടെ പാരന്റ്സ്, രക്ഷാകർത്താക്കളും സമൂഹവും അവരോടൊപ്പം നിൽക്കണം. അവരെടുക്കുന്ന എന്ത് തീരുമാനങ്ങളോടൊപ്പം ഉറച്ചു നിൽക്കുവാനും അവരെ ആ ഉദ്യമത്തിലേക്ക് അവർ തീരുമാനിക്കുന്ന വിഷയം അതിൽ മികച്ച വിജയം തേടുവാനുള്ള പൂർണ്ണ പിന്തുണ സമൂഹവും അതോടൊപ്പം തന്നെ മറ്റു രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക സംഘടനകളെല്ലാം നൽകിക്കൊണ്ട് മാള ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി ബെന്നി വെമ്പിൽ അധ്യക്ഷത വഹിച്ചു. ഹരിതകർമ്മ സേന പ്രവർത്തകർക്ക് VS ഗോപാലകൃഷ്ണൻ മഴക്കോട്ടുകൾ വിതരണം ചെയ്തു. രതീഷ് ശാന്തി, KK ഹഫ്സൽ, KP പ്രസന്നൻ, AK ബാലൻ, ബെന്നി വെമ്പിൽ, BN മണി എന്നിവർ സംസാരിച്ചു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കോണത്തുകുന്ന് കൊടക്കാപ്പറമ്പ് മഹാദേവ ക്ഷേത്രത്തിൽ മഹാമൃത്യുഞ്ജയ ഹോമം നടത്തി. ക്ഷേത്രം തന്ത്രി താന്നിയിൽ മതിയത്തുമന ഹരിനാരായണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പുത്തൻവേലിക്കര തേലത്തുരുത്തിൽ മാഞ്ഞാലിപ്പാലത്തിന് സമീപം പെരിയാറിന്റെ തീരത്ത് JCB ഉപയോഗിച്ച് പറമ്പ് താഴ്ത്തി വലിയ കുളം നിർമ്മിച്ചതിനെതിരെ CPM പ്രവർത്തകർ രംഗത്ത്. ഗ്രാമപഞ്ചായത്ത് വില്ലേജ് അധികൃതർ അറിയാതെ പറമ്പ് താഴ്ത്തിയിരിക്കുന്നതെന്ന ആക്ഷേപം. കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിലെ ഇടനാഴികളിൽ ചുവപ്പുനാടയുടെ വിരസതയില്ല. താലൂക്കിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ എത്തുന്നവർക്ക് വർണ്ണക്കാഴ്ചയൊരുക്കി ജീവനക്കാർ. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.